സമ്മർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു മെയിൻ കാര്യമാണ് സ്ട്രോബെറി പിക്കിംഗ്. എല്ലാ വർഷവും മിനിമം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ സ്ട്രോബെറി പറിക്കാൻ പോകും. ഈ പ്രാവശ്യം നേരത്തെ പോയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി മുഴുത്ത നല്ല മധുരമുള്ള സ്ട്രോബെറീസ് ആട്ടോ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യത്തിന് കഴിച്ചു. സ്ട്രോബെറി മാത്രമല്ല, റാസ്ബെറിയും ഗൂസ്ബെറിയും ഒക്കെ നമുക്ക് ഇതുപോലെ പറിച്ചെടുക്കാം. പക്ഷേ ഈ രണ്ട് സാധനം എൻ്റെ വീട്ടിലാരും കഴിക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ പരിസരത്തേക്ക് പോയില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഫാമിലെ കോഴിയുടെ എഗ്ഗും അതുപോലെ തന്നെ അവിടെ തന്നെ ഉണ്ടാക്കിയ ജാമുകളും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജാംസും ഒക്കെ അവിടെ അവൈലബിൾ ആട്ടോ. ഞങ്ങൾ പോരുന്ന വഴിക്ക് ഒരു സ്ട്രോബെറി ജാമും വാങ്ങി. അങ്ങനെ സ്ട്രോബെറി എല്ലാം പറിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു. അങ്ങനെ ഞങ്ങൾ പോയി നല്ല സൂപ്പർ അടിപൊളി ഒരു ഇംഗ്ലീഷ് ലഞ്ചും കഴിച്ചു. ഇംഗ്ലീഷ് ലഞ്ചിൻ്റെ ടേസ്റ്റ് മാത്രമല്ല, അവിടുത്തെ വ്യൂവും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കഴിക്കണതിൻ്റെ തൊട്ട് മുന്നിൽ ഒരു ചെറിയ ലേക്ക് പോലെ ഉണ്ടായിരുന്നു. അവിടെ കുറേ ബോട്ടുകളുണ്ടായിരുന്നു ബോട്ട് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടി ആ ബോട്ട് ഹയർ ചെയ്യാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച്